ഹലോ, എല്ലാവർക്കും ഡേ ഇൻ മൈ ലൈഫ് നീതുവിൻ്റെ കുഞ്ഞൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണേ. ഇങ്ങ് ദൂരെ 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 എന്ന് പറഞ്ഞാൽ പളനിയിൽ പോവുക കേട്ടോ. കുഞ്ഞിൻ്റെ തല മുട്ടയടിക്കാനായിട്ട് പളനിയിൽ പോവുകയാണേ. കുഞ്ഞിനെ 501 വീട് കയറി ഫിക്സ് എടുത്തിട്ട് പളനിയിൽ കൊണ്ടുപോയി തല മുട്ടയടിക്കാമെന്നൊരു നേർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങനെ പോവുക കേട്ടോ. ഒക്ടോബർ 1-ാം തീയതി എന്നാണ് ഞങ്ങൾ മാല ഇട്ടത്. ഞങ്ങൾ പോകുന്നത് 14-ാം തീയതി ഇന്ന് വൈകിട്ടാണ് പോകുന്നത്. ട്രെയിനിലാട്ടോ പോകുന്നത്. ട്രെയിനിലെന്ന് പറഞ്ഞാൽ ഫുള്ള് പളനി വരെ ട്രെയിനിലല്ല കേട്ടോ. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പുനലൂരിൽ നിന്ന് മധുര ഇറങ്ങി, മധുരയിൽ നിന്ന് പിന്നെ ബസ്സിലാട്ടോ പോകുന്നത്. പളനി വരെ ട്രെയിൻ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പൊന്നു കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. കുഞ്ഞിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നുകൊണ്ട് എനിക്കങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ട്രെയിൻ വൈകിട്ട് 5 മണിക്കായിരുന്നേ. ഇപ്പോൾ ഒരു 6-6:30 ആവുന്ന സമയത്ത് നല്ല പോലെ ഇരുട്ടാവുമല്ലോ, പിന്നെ പുറത്തെ വ്യൂസ് ഒന്നും കിട്ടത്തില്ല. ഇത് തെന്മല, ആര്യങ്കാവ് ആ ഭാഗത്തൊക്കെ എവിടെയോ ആണ് കേട്ടോ പൊന്നു ഇതെല്ലാം എടുക്കുന്നത്. ഇന്ന് പൊന്നുവിൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നേ. ഞങ്ങൾ പോകുന്നതിൻ്റെ അന്ന് 14-ാം തീയതി അന്ന് പൊന്നുവിൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത് ഒരുപാട് ലേറ്റായിട്ടാട്ടോ. പോയിട്ട് വന്ന് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത്. അങ്ങനെ ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പൊന്നുവിൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്ര കേട്ടോ. അവൾ ജനിച്ചിട്ട് 14 വർഷമായി, പക്ഷേ പൊന്നു ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല. അവളുടെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ്. അവളുടെയും ദേവുവിൻ്റെയും ഫസ്റ്റ് ട്രെയിൻ യാത്രയാട്ടോ. ദേവു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിയായിരുന്നു. കുറച്ച് സമയം അച്ഛൻ്റെ അടുത്തിരിക്കും, പിന്നെ ചേച്ചിയുടെ അടുത്ത് പോവും, പിന്നെ അമ്മയുടെ അടുത്ത് വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിയായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം എടുത്തുകൊണ്ട് നടക്കേണ്ടി വന്നു, കാരണം കുഞ്ഞ് ഭയങ്കര കരച്ചിലുമായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. വൈകിട്ടല്ലേ പോയത്, അപ്പോൾ രാവിലെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചോറൊക്കെ നമ്മൾ പൊതിയാക്കി എടുത്തുകൊണ്ട് പോയായിരുന്നു. പിന്നെ അതൊക്കെ നമ്മൾ കഴിച്ചു. പിന്നെ നമ്മൾ മധുര വരെ ആട്ടോ ട്രെയിനിൽ പോയത്. മധുരയിൽ നിന്ന് പിന്നെ ബസ്സിലാട്ടോ പോകുന്നത്. അത് കുറച്ച് പാടായിരുന്നു. ബസ്സിലിങ്ങനെ കുഞ്ഞിനെ കൊണ്ട് ഒരുപാട് സമയം ഇരിക്കണ്ടേ, അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമുക്ക് പളനി വരെ ട്രെയിൻ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല, ലേറ്റായിപ്പോയി. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു, അത് നമുക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് താമസിച്ച് നമ്മൾ പോകുന്നതിന് 2 ദിവസം മുമ്പെയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അങ്ങനെ പിന്നെ പുനലൂരിൽ നിന്ന് മധുരയിൽ നിന്ന് ബസ് അങ്ങനെയാട്ടോ എടുത്തത്. ദേവു പിന്നെ ഇറങ്ങാറായപ്പോഴത്തേക്ക് ദേവു ഉറക്കമായിട്ട് പിന്നെ ദേവു എഴുന്നേൽക്കുന്നത് പളനിയിൽ ചെന്നതിന് ശേഷമായിട്ടോ എഴുന്നേൽക്കുന്നത്. ഇത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് ഉള്ള വീഡിയോ കേട്ടോ. ഇനി ഇവിടെ ഇരിക്കുന്നത് ബസ് നോക്കിയിരിക്കുക കേട്ടോ. ഇവിടെ നിന്ന് വേറൊരു ബസ് സ്റ്റാൻഡിൽ പോയാൽ മാത്രമേ അവിടെ നിന്ന് നമുക്ക് പളനിയിലേക്ക് ബസ് കിട്ടത്തുള്ളൂ. ആ സ്ഥലം എന്തോ പേര് പറഞ്ഞ് ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. ആ തമിഴ്നാടല്ലേ, അപ്പോൾ അതിൻ്റെ കൃത്യം കറക്റ്റ് സ്ഥലമൊന്നും പറഞ്ഞുതരാൻ എനിക്ക് അറിഞ്ഞുകൂടെ. എന്തോ ഒരു ആറപ്പളം ബസ് സ്റ്റാൻഡോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അവിടെ പോയിട്ട് നമുക്ക് മധുരയ്ക്ക് ബസ് കിട്ടത്തുള്ളൂ. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ആട്ടോ വിളിച്ചിട്ട് ആട്ടോയ്ക്ക് 130 രൂപ എങ്ങാണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഞങ്ങളിതാ പളനിയിലേക്ക് പോകുക കേട്ടോ. ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ബസ്സിൽ കയറിയ പാടെ അച്ഛനും 2 മക്കളും ഒക്കെ നല്ല ഉറക്കമായി. പിന്നെ കുഞ്ഞെൻ്റെ കയ്യിൽ പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മൾ പളനിയിൽ ചെന്നിട്ട് ബസ് ഇറങ്ങിയിട്ട് നടന്ന് പോവുകയാണ്. കാരണം നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. അവിടെ ദേവസ്വത്തിൻ്റെ റൂമുണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ നമ്മൾ അത് തിരക്കി ഇങ്ങനെ നടക്കുക കേട്ടോ. എവിടെ ഒരുപാട് വർഷമായി ഞാനവിടെ പോയിട്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ എവിടെയാണെന്ന്. നമ്മൾ റൂം തപ്പി പോയപ്പോഴത്തേക്ക് റൂം രാവിലെ 7 മണിക്ക് ശേഷമേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ആരെങ്കിലും വെക്കേറ്റ് ചെയ്തിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മൾ റൂം തപ്പി 3 മണി വരെയൊക്കെ നടന്നു. അപ്പോഴത്തേക്ക് ദേവസ്ഥത്തിൻ്റെ തന്നെ തല മുട്ടയടിക്കാൻ വിളിച്ച് പറയുന്നത് കേട്ടോ. അങ്ങനെ എന്നാൽ പിന്നെ പോയി മുട്ടയടിക്കാമെന്ന് വിചാരിച്ചു. മുട്ടയടിക്കാൻ കയറി. അച്ഛനും മോളും മുട്ടയടിച്ചു കേട്ടോ. കുഞ്ഞെൻ്റെ കയ്യിലാണ് ഇരുന്നത്. ഞാൻ വിചാരിച്ചു അവൾ കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു, പക്ഷെ ഒരു ബഹളവും ഇല്ലായിരുന്നു കേട്ടോ. മുട്ടയടിച്ച് തീരുവോളം അവൾ അനങ്ങാതിരുന്ന് തന്നു. ബാക്കി അവിടെ വേറെയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ നല്ല കരച്ചിലായിരുന്നു. ഇവൾ മാത്രം അടങ്ങിയിരുന്നു തന്നെ. പൊന്നു പേടിച്ചാട്ടോ വീഡിയോ എടുക്കുന്നത്. അവളെ ആരെങ്കിലും വഴക്ക് പറയുമോ എന്നൊക്കെ പറഞ്ഞ്. അമ്പലത്തിൽ പക്ഷെ നമുക്ക് ഫോണും കൊണ്ടൊന്നും കയറാൻ പറ്റത്തില്ലായിരുന്നേ. നമ്മൾ മുട്ടയടിച്ചിട്ട് പുറത്തിറങ്ങി റൂം എടുത്തത് കേട്ടോ. ദേവസ്വത്തിൻ്റെ റൂം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയിട്ട് ആദ്യം ഒരു റൂം നോക്കിയപ്പോഴത്തേക്കും 1700 രൂപ പറഞ്ഞു. പിന്നെ നമ്മൾ വെറും 700 രൂപയ്ക്ക് വേറെ റൂം കിട്ടി. അങ്ങനെ അതെടുത്തിട്ട് നമ്മൾ 1 മണിക്കൂർ ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിച്ചിട്ട് പോയി തലയിൽ ചന്ദനമൊക്കെ തേച്ചിട്ടാട്ടോ പടി കയറിയത്.
അമ്പലത്തിലോട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അമ്പലത്തിൽ കയറി 2 തവണ ഞങ്ങൾ കയറി തൊഴുതു കേട്ടോ. എന്നിട്ട് അവിടുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. ഇത് തിരിച്ച് റൂമിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ ഒരു ഉച്ച 1:30-2 മണിയായപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി. അവിടേക്കൊന്ന് ചുറ്റി നടന്ന് കണ്ടു കേട്ടോ. കുറേ ഒക്കെ കണ്ടു. ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരെയൊക്കെ ഒന്ന് പോയി. അവിടുന്ന് ട്രെയിൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ട്രെയിൻ വൈകിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്യാതെ പോയത് കൊണ്ട് നമുക്ക് നിന്നൊക്കെ വരേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ബസ്സിന് തന്നെ വരാമെന്ന് തീരുമാനിച്ചിട്ട് വീണ്ടും ഞങ്ങൾ പളനിയിൽ നിന്ന് മധുര ഇറങ്ങിയിട്ട് മധുരയിൽ നിന്ന് വേറെ ഏതോ ഒരു സ്ഥലം പറയുന്നുണ്ട്, അവിടെ ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ നമ്മൾ തെങ്കാശി ഇറങ്ങി. തെങ്കാശിയിൽ നിന്ന് നമ്മൾ കുളത്തൂപ്പുഴ ഇറങ്ങി. കുളത്തൂപ്പുഴയിൽ നിന്ന് പിന്നെ നമ്മൾ ആയൂർ വന്ന് അങ്ങനെ തിരിച്ച് നമ്മളൊരു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് 7 മണിയായി കേട്ടോ. ചൊവ്വാഴ്ചയുടെ നിന്ന് വൈകിട്ട് പോയിട്ട് വ്യാഴാഴ്ചയുടെ നിന്ന് രാവിലെ 7 മണിയായപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. എന്തായാലും പോയിട്ട് തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ തിരക്കുണ്ടായിരുന്നു. എന്നാലും നല്ല വൃത്തിയായിട്ട് ഭഗവാനെ കാണാൻ പറ്റി കേട്ടോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പോയിട്ട് നമുക്ക് നല്ല പോലെ കാണാൻ പറ്റി. അത് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ നേർച്ചയായിരുന്നു കേട്ടോ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി തലമൊട്ടയടിക്കാൻ. അങ്ങനെ ഞങ്ങളുടെ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ ഈ കുഞ്ഞി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം ഞാൻ വേറെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബായ്.